നമസ്കാരം. ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് നമ്മുടെ ആറ്റിങ്ങിൽ നിന്ന് ചിറയൻകീഴിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബൈക്കും ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റ് റോഡിൽ കിടന്നു, ചോര വാർന്ന് റോഡിൽ കിടന്നു. അവരെടുക്കാൻ ആരും തയ്യാറായില്ല. എങ്കിൽ അതുവഴി വന്ന ഒരു ബസ്, ഒരു പ്രൈവറ്റ് ബസ്, കാറും ബൈക്കും ജീപ്പും ഒന്നുമല്ല, ഒരു പ്രൈവറ്റ് ബസ് അതിൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഈ 3 പേരെയും ആ ബസ്സിൽ കയറ്റി നേരെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്രയും വലിയൊരു സന്മനസ് കാണിച്ച 2 വ്യക്തികൾ, ബസ്സിൻ്റെ ഓണറും അതിൻ്റെ സ്റ്റാഫുമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് അവിടെ നിന്ന് ഏകദേശം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു ഫോൺ കിട്ടി. ആ ഫോൺ ഇന്ന് ബസ്സിനകത്തുനിന്ന് കിട്ടി. ആ ഫോൺ ഇന്ന് പോലീസിന് കൈമാറി. ഏതായാലും ആ ഒരു നല്ല കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ, അത് ആക്സിഡൻറ്റ് നല്ല കാര്യത്തിലല്ല പറയുന്നത്, പക്ഷേ അവർ കാണിച്ച സന്മനസ് എന്ന നല്ല കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വിസ്മയനസിന് സാധിച്ചു. സാറേ, അവരൊന്ന് അഭിനന്ദിക്കുകയല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതേക്കുള്ള സംഭവങ്ങൾ ഈ സമയത്ത് ആരാണ് ഒരാളെ ഒരു അപകടം പറ്റുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് ആരും മെനക്കെടാറില്ല. പക്ഷേ പ്രത്യേകിച്ച് ഒരു ബസ് വേറെ നിർത്തി ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ മുതലാളി സ്റ്റാഫിനുമില്ല. ഓക്കെ, ശരി സാർ, താങ്ക്സ് സാർ. അപ്പോൾ അവർ നമ്മളൊപ്പം ഉണ്ട്. ഷാക്കിർ. ബസ് ഏതാണ്? ബസ് ദേവിക ബസ്. ആറ്റിങ്ങൽ ചിറയൻകീഴ് ഷെഡിൽ ഓടുന്ന വണ്ടിയാണ്. ഇന്നലെ വൈകുന്നേരത്ത് 3:40 ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. വെളിയമൂല ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ആക്സിഡൻറ്റ് നമ്മളെ കണ്ണിൽ മുൻപെട്ടുപോയി. അപ്പോൾ ഒരു കുഞ്ഞ് ആട്ടോയ്ക്കകത്തുണ്ടായിരുന്നു. 2 പയ്യന്മാർ റോഡിൽ കിടക്കുന്നു. അതുവഴി പോണ ഒരുപാട് വണ്ടികളിൽ അവിടെ നിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ വണ്ടിക്ക് നിർത്തി. ഒരു വണ്ടിക്കാരൻ കയറ്റാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ഒരു സ്വിഫ്റ്റ് കാർ അതിലേ പോകായിരുന്നു. അപ്പോൾ ആ പുള്ളി പറഞ്ഞാൽ അത് പുതിയ വണ്ടിയാണ്, പുള്ളിക്ക് ആ വണ്ടിയിൽ ആളിനെ കയറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് നമ്മളിതൊന്നും നോക്കാതെ, വണ്ടിയുടെ ട്രിപ്പ് പോലും നോക്കാതെ നമ്മൾ ഈ 3 പേരെയും കൂടെ നമ്മൾ ബസ്സിനകത്ത് കയറ്റി നേരെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ എത്തിച്ച്. ഒരാളുടെ നില ഗുരുതരമാണ്. ആ പുള്ളി ഇപ്പോൾ ഇവിടെ ICUലാണെന്ന് പറയുന്നു. അത് കറക്റ്റ് കാര്യം അറിയാൻ പറ്റും. ICUലാണ്, ആൾ ICUലാണ്. വേറെ ആ പുള്ളിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പുള്ളി എവിടെ ഉള്ളതാണെന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മളെ ബസ്സിൻ്റെ മുതലാളി ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ടാണ്. ഇങ്ങനെയുള്ള നല്ല ബസ്സിൻ്റെ പേരൊന്നും പറയും. ദേവിക. അപ്പോൾ ചേട്ടാ പേര്? എൻ്റെ പേര് ഡോക്ടർ സിജു ഭാസ്കർ. ഞാൻ ദേവിക മോട്ടേഴ്സിൻ്റെ ഓണറാണ്. അതോടൊപ്പം അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ സ്റ്റാഫ്, നമ്മളിതൊരു പൊതുഗതാഗതമാണല്ലോ, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സഹായപരമായ കാര്യം ചെയ്യാനാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്തതിന് ഞാൻ ആൾറെഡി എൻ്റെ സ്റ്റാഫിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമുക്ക് കിട്ടുന്ന ഒരു 1000-2000 രൂപയല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. പിന്നെ ബേസിക്കലി നമ്മൾ രാഷ്ട്രീയമായിട്ട് ആൾറെഡി സാമൂഹിക രംഗങ്ങൾ നിൽക്കുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ചാനൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു വാർത്ത കൊടുക്കുന്നതിലോ ഒന്നുമല്ല. അതോടൊപ്പം തന്നെ ആ മൂല്യമുള്ള ഫോൺ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേദന അറിയാവും. അത് നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതായത് അവരവരുടെ കയ്യിൽ എത്തിച്ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് ഈ പേഷ്യന്റിനെ, ഈ പറയുന്ന പരിക്കേറ്റവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതം വല്ലതും ചോദിച്ചോ? സമ്മതം ചോദിച്ചു. അതിനിടെ ഞാൻ വിളിച്ചെന്ന് ആളുടെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമല്ലേ. ഒരു ജീവൻ നമ്മളെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയാൽ ആർക്കും നമുക്ക് വേദന അറിയാൻ പറ്റും. അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് ഏറ്റവും ചെയ്യുന്ന കാര്യമാണ്. അത് മാത്രമല്ല, തിങ്കളാഴ്ച നിങ്ങളെന്തോ ഈ ബസ് കാരുണ്യയാത്ര നടത്തിയല്ലേ? കാരുണ്യയാത്ര അശ്വിനി ബസ്സിലെ ഒരു കണ്ടക്ടർ ഒരു സൈഡ് മൊത്തത്തിൽ ഇത് വന്ന് സ്റ്റോക്ക് വന്നു. അദ്ദേഹം ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ അതും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. പുള്ളിനെ സഹായിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ പുള്ളിക്ക് വേണ്ടി നമ്മൾ നല്ല മനസ്സുള്ള മുതലാളി ബസ്സിൻ്റെ ഓണർ പറഞ്ഞു, ഒരു ദിവസം കാരുണ്യയാത്ര ബസ് നമ്മൾ സർവീസ് ഇറങ്ങുന്നുണ്ട്. ആ സർവീസ് നടത്തുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 8:52 ചിറയൻകീഴിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ശരി. അതോടൊപ്പം തന്നെ ഈ കാരുണ്യയാത്ര ഒരിക്കലും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അത് മാക്സിമം നമ്മുടെ യാത്രക്കാരെ സഹായിക്കണം. ടിക്കറ്റിന് കാശ് വാങ്ങില്ല, സംഭാവന തരാം. അത് ഈ
പൈസ എത്രയാണോ നമ്മൾ കിട്ടുന്നത് അത് നമ്മൾ അവർക്ക് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ദൈവം സാക്ഷി നമുക്ക് അധ്യാപനത്തിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മാന്യമായ വരുമാനം കിട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് കൊള്ളലാഭമൊന്നും താല്പര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായം ചെയ്യുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. സുഖമില്ലാതെ കിടക്കണമെന്ന് മുതലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒന്നും നോക്കാതെ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹത്തിനുണ്ട് വണ്ടിയുടെ ജീവനക്കാരനല്ലേ ഒരു ദിവസം വണ്ടി കാരുണ്യ യാത്ര പുള്ളിക്ക് വേണ്ടി വരാൻ അനുഭവം തന്നേര് വളരെ നന്ദി അറിയിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം വെച്ചാൽ ഒരു ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയിട്ടാണ്. ഒരു കാറോ ജീപ്പോ ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയിട്ട് അവർ ആ ഒരു 3 ജീവനുകളെ കോരിയെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതിനവർ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും പോലീസ് സ്റ്റേഷനിലും അവർ അഭിനന്ദിച്ചു. അത് മാത്രമല്ല ആ വില കൂടിയ ഫോൺ വേണമെങ്കിൽ അവർക്ക് പറയായിരുന്നു, നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയായിരുന്നു. പക്ഷേ അതും കിട്ടി. അതൊരു പക്ഷേ അനർഹമായ കൈകളിലേക്ക് എത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തത്. പോലീസിലും അതിൻ്റെ ആ ഒരു ഫോൺ നഷ്ടപ്പെട്ട രേഖകളൊക്കെ ഉണ്ട്. അവരെന്തായാലും വാങ്ങി ഇവർക്ക് അഭിനന്ദനവും കൊടുത്തിട്ടുണ്ട്. ഏതായാലും നല്ല മനസ്സുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.